ഹിന്ദു മതത്തിൽപ്പെട്ട ആ, സഹോദരന്മാരോട് മാത്രമാണ് ഈ ചോദ്യം. ഞാൻ ഈ ചോദ്യം പല സ്ഥലങ്ങളിലും കേട്ടു. പക്ഷേ അതിനൊരു വ്യക്തമായ ഉത്തരം കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. കേന്ദ്ര സർക്കാരോ അമിത്ഷായോ പ്രധാനമന്ത്രിയോ മറ്റാരും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നതായിട്ടോ അതിനൊരു തീരുമാനമെടുക്കുന്നതായിട്ടോ ഇതുവരെ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഹിന്ദുമതത്തിലെ എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. സ്വാമി ചിദാനന്ദപുരിയോടും സുരേഷ് ഗോപിയോടും അതുപോലുള്ള ഒരുപാട് സ്വാമിമാരോടും ആചാര്യന്മാരോടും നിഷ്കളങ്കരായ ബാലന്മാരും ബാലികമാരും ഇതേ ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? മുസ്ലിങ്ങൾക്ക് എല്ലാ ദിവസവും മദ്രസ ക്ലാസ്സുകളുണ്ട്. ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഞായറാഴ്ചകളിൽ വേദപാഠ ക്ലാസ്സുകളുണ്ട്. അതുപോലെ ഞങ്ങൾക്കും ഒരു ക്ലാസ് ഹിന്ദുമതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു ക്ലാസ് ഞങ്ങൾക്കും എന്തേ അനുവദിച്ചുകൂടെ എന്ന് സ്വാമി ചിദാനന്ദപുരിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞത് നിസ്സാരവൽക്കരിച്ചാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ആ ചോദ്യത്തിന് അധികം പ്രസക്തി കൊടുത്തില്ല. ഇല്ലെങ്കിൽ വിമർശാതീതമായിട്ട് ആ ചോദ്യത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത്. സുരേഷ് ഗോപിയും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. ശരിക്കും ഞാൻ എൻ്റെ ഹിന്ദു സഹോദരന്മാരോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് ഖുർആൻ എന്ന പോലെ, ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ എന്ന പോലെ നിങ്ങൾക്കും ഒരു ഗ്രന്ഥം ആവശ്യമല്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ പഴക്കങ്ങള് 6000-5000 വർഷങ്ങൾക്ക് പിന്നിലുള്ളതാണ്. ഇത് കിടക്കുന്നത് വളരെ ബൃഹത്തായ ഒരു ആശയമായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇത് സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ഒരു കുട്ടിയുടെ സെറിബ്രമോ ഹൈപ്പോ തലാമസോ ഒക്കെ ഉൾക്കൊള്ളാൻ പ്രാപ്തമല്ല. അതിബൃഹത്താണത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം ഇതുപോലുള്ള വേദങ്ങള്, 18 പുരാണങ്ങള്, ഉപനിഷത്തുകള്, മഹാഭാരതം, രാമായണം, പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങള്. അപ്പൊ ഈ ഗ്രന്ഥങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ബൈബിള് പോലെയും ഖുർആൻ പോലെയും ഒരു ചെറിയ ബുക്ക് നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കില്ലേ? നിങ്ങൾക്ക് അതിനുള്ള തടസ്സം എന്താണ്? ഞാൻ എൻ്റെ അറിവില്ലായ്മയിൽ എൻ്റെ തടസ്സം എന്താണ്? ആ ബുക്ക് ഇറക്കുകയും ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുകയും ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികള് അവരുടേതായ അമ്പലങ്ങളിൽ പോയി എല്ലാ ദിവസവുമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും 2 ദിവസമോ ആ അധ്യാപനങ്ങള് അവരുടെ മനസ്സിലേക്ക് കയറ്റി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ തയ്യാറാകാത്തത്? അങ്ങനെ ആ കുട്ടികള് ഈ വസുദൈവ കുടുംബവും തത്വമസിയും യഥോധർമ്മസ്തോജയും ലോകസമസ്ത സുഖിനോ ഭവന്തുവും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ മഹത്വജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ അകത്ത് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു നല്ലൊരു ബുക്ക്, ഒരു ചെറിയ ബുക്ക് നിങ്ങൾ ഇറക്കി അതൊരു പാഠ്യപദ്ധതി ആക്കുകയാണെങ്കിൽ ഇവിടത്തെ ഹിന്ദു സമുദായത്തിലെ എല്ലാ കുട്ടികളും ദയ, കാരുണ്യം, വാത്സല്യം, സഹാനുഭൂതി, സഹജീവികളെ കൊല്ലരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ കൊടുക്കരുത്, അതുപോലെ തന്നെ പലിശ വാങ്ങരുത്, അതുപോലെ തന്നെ ബലാത്സംഗം, പീഡനം, കൊലപാതകം ഇതൊന്നും അരുത്, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യ ജീവിതത്തിൽ ആവശ്യം വേണ്ട കാര്യങ്ങൾ പഠിച്ച് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കൂലേ? എല്ലാവരും മനസ്സിലായ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, എന്താണ് നമ്മുടെ ഐഡിയോളജി, ഹിന്ദുവിന്റെ ഐഡിയോളജി എന്താണ് നമ്മുടെ ആശയങ്ങള്, എങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് മുക്തി കിട്ടുന്നത്, എങ്ങനെയാണ് പുനർജന്മത്തിൽ നല്ല ജന്മങ്ങളായി ജനിക്കാൻ പറ്റുന്നത്, ധർമ്മം ചെയ്യണം, നല്ല രീതിയിലുള്ള ധർമ്മങ്ങൾ ചെയ്യണം, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം, കൊലപാതകമരുത്, ബലാത്സംഗമരുത്, പീഡനമരുത്, അന്യനെ ദ്രോഹിക്കാൻ പാടില്ല, അന്യമതസ്ഥരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് തുടങ്ങുന്ന കൊടാനുകോടി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ബൃഹത്തായ ഗ്രന്ഥത്തിൽ നിന്നും അതിന്റെ രത്നച്ചുരുക്കം എടുത്ത ഒരു ചെറിയ ബുക്കാക്കി ഈ കുട്ടികളെ പഠിപ്പിച്ചാൽ നല്ലൊരു തലമുറ
വളർന്നു വരികയില്ലേ? ആ തലമുറ മറ്റു ആളുകൾക്ക് മാതൃകയാകൂലേ? ഇവിടെ ഒരു ആ, ആ, ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും, ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പറയുകയാണ്, ഇവിടെ ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും സ്നേഹിക്കുകയും പരസ്പരം കാര്യങ്ങൾ കൈമാറുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹിന്ദു സമുദായം, എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഹിന്ദു സമുദായത്തിൽ നിന്നും ഇതുപോലുള്ള ഒരു 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 ഇത്രയും കാലം ഇത്രയും വർഷമായിട്ട് BJP അധികാരത്തിലിരിക്കുന്നു, ഇത് ഈ ഹിന്ദുക്കളെ ഏകീകരിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഹിന്ദുക്കളെ കുട്ടികൾക്ക് മാർഗദർശനമാകാൻ വേണ്ടി, അവർക്ക് എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, സത്യവും ധർമ്മവും ന്യായവും നീതിയും മുറുകെ പിടിച്ച് എങ്ങനെ ഇവിടെ ജീവിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുള്ള ഒരു പാഠ്യപദ്ധതിയും ഒരു ബുക്കും തയ്യാറാക്കി എന്തുകൊണ്ടാണ് ഇറക്കാത്തത്? അതെന്റെ ഒരു വലിയ കൺഫ്യൂഷനാണ്. ഇത്രയും വലിയ 80% ഹിന്ദുക്കളല്ലേ ഇന്ത്യയിലുള്ളത്. ഞാൻ പറയുന്നത് ഈ ഈ പാഠ്യപദ്ധതി തുടങ്ങി അതിൽ തീർച്ചയായിട്ടും നമ്പൂതിരി മുതൽ നായാടി വരെ ഒരുപാട് ജാതിയും ഉപജാതിയുമാണ് ഈ ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ജാതികളുടെ ഒരു കൂമ്പാരമാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതുകൂടാതെ അതിന് താഴേക്കിടയിലുള്ള ദളിതന്മാര്, അത് മാത്രമല്ലാതെ പിന്നെ ഉപജാതികള്, ഒരുപാട് ജാതികള്, ഇതെല്ലാം ഇവരുടെ വിഷയങ്ങളാണ്. ഇതിനെയൊക്കെ ക്രോഡീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം ഞാൻ ഈ പറഞ്ഞ മാർഗമാണ്. നിങ്ങൾ ഈ പാഠ്യപദ്ധതി തയ്യാറാക്കി ഒരു അമ്പലത്തില് ഇത് എല്ലാ ദിവസവും ഉള്ള ക്ലാസ്സുകൾ കുട്ടികൾക്കായിട്ട് നടക്കുമ്പോൾ അവിടെ നമ്പൂതിരി മുതൽ നായാടി വരെ വരട്ടെ. എല്ലാ ആളുകളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കട്ടെ. സമത്വഭാവം ഹിന്ദുസത്തിലും ഉണ്ടാകട്ടെ. ഇതൊരു മുസ്ലിം യുവാവിന് പറയാൻ എന്താണ് അർഹത എന്നല്ല. ഞാൻ ഈ ഹിന്ദുയിസവും എന്റെ വീട്ടിൽ ബൈബിളും ഭഗവത്ഗീതയും ഖുർആാനും രാമായണവും മഹാഭാരതവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ വായിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന ആളാണ്. നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ ഒന്നിലേ എടുക്കാറില്ല. ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ ചോദ്യങ്ങൾക്ക് ഹിന്ദു മതത്തിൽപ്പെട്ട നല്ലവരായ എന്റെ സഹോദരങ്ങള് എനിക്ക് എന്റെ അറിവില്ലായ്മയിലേക്ക് നിങ്ങളുടെ എന്താണ് ഇത് നടക്കാത്തത്, എന്താണ് കേന്ദ്ര ഗവൺമെന്റോ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത്, ഇല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ എന്താണ് തീരുമാനം എടുക്കാത്തത്, എന്താണ് സ്വാമി ചിദാനന്ദപുരി ഇതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്, എന്താണ് സുരേഷ് ഗോപി പ്രോത്സാഹിപ്പിക്കാത്തത്, എന്താണ് ഇതിന് തടസ്സം എന്നൊക്കെ വിഷയങ്ങളെക്കുറിച്ച് ഈ നമ്മുടെ ഹിന്ദു സഹോദരങ്ങളിലെ നല്ലവരായ കുട്ടികൾ അവർ നല്ല രീതിയിൽ നല്ല മനസ്സോടെ മദ്യപിക്കാത്ത, മയക്കുമരുന്ന് അടിക്കാത്ത, കഞ്ചാവ് വലിക്കാത്ത, അങ്ങനെ ഒരു സത്യവും ധർമ്മവും ന്യായവും നീതിയും മുറുകെ പിടിക്കുന്ന, അന്യമതസ്ഥരെ കൊല്ലാത്ത, അന്യമതസ്ഥരെ ഉപദ്രവിക്കാത്ത ഒരു സമൂഹമായിട്ട് ഉയർന്നു വരാൻ വേണ്ടി എന്താണ് തടസ്സം എന്നുള്ളത് എൻ്റെ ഹിന്ദു സഹോദരങ്ങൾ എനിക്കൊന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നിയാസ് ബാത്ത.